ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ പ്രിന്റു മഹാദേവ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ശ്രീ RS പ്രഭാത് ഇവിടെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷേ ഹൈക്കോടതികളുടെ നിലപാട് അതാണ് നമ്മളെ ചർച്ചയിൽ വിഷയമായിട്ട് എടുത്തത്. അല്ല, ഇതിനകത്തെ ഈ RS പ്രഭാത് സാറിന് ഇതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 210 എന്ന് പറയുന്ന സമയത്ത് ROC രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം, ഇത് നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഇൻകം ടാക്സ്, 2 ROC, 3 അത് കഴിഞ്ഞിട്ടാണ് SFIU വരിക. സ്വാഭാവികമായിട്ട് ROC കണ്ടെത്തിയ ROCയുടെ നിർദ്ദേശപ്രകാരമാണ് SFIU വരുന്നത്. ROCക്ക് നേരിട്ട് SFIU ഏൽപ്പിക്കുന്നതല്ലത്. 210 ROC അന്വേഷിച്ച സാധനത്തെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, കേന്ദ്ര മന്ത്രാലയത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് സ്വാഭാവികമായി SFIU വരുന്നത്. SFIU വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ജോർജ് സോസ സാർ ഒരു ലഘൂകരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് വീണ വിജയന് സ്വാഭാവികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, 1,72,000 രൂപ അക്കൗണ്ടിലൂടെ കടന്നുപോയി എന്നുള്ളൊരു കാര്യം. അതല്ല, ROCയുടെ രജിസ്ട്രാർ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം 135 കോടി രൂപ സ്വാഭാവികമായി അല്ല ഞാൻ പറഞ്ഞ 135 കോടി രൂപയിൽ നിന്നാണല്ലോ 1,72,000 രൂപയ്ക്ക് എത്തുന്നത്. 135 കോടി രൂപ ഈ പറയുന്ന KKക്കും നമ്മളുടെ IKക്കും RCക്കും PVക്കും വീണ വിജയനും കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ ഓരോ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇത് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ CMRLന്റെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടാണ് ഈ 135 കോടിയുടെ വിഷയം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ROCയുമായി ബന്ധപ്പെട്ട് ROC ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഇത് ഞങ്ങളുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഏത് തരത്തിലാണ് എക്സ്പെൻസ് വിടുക? രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന പണം എക്സ്പെൻസിൽ പെടുത്താൻ പറ്റില്ല. നേരത്തെ ഷാജഹാൻ സാർ പറഞ്ഞ പോലെ 19 കോടി മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ വിജയന് കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ചോദിക്കുന്നു ഇത് എന്തിനാണ് കൊടുത്തത്? വീണയ്ക്ക് കൊടുത്തുള്ള സേവനത്തിനാണ്. അപ്പോൾ എന്ത് സേവനമാണ് വീണ നൽകിയിട്ടുള്ള? സേവനം നൽകിയിട്ടില്ല. അപ്പോൾ സേവനം നൽകാതെ പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ്. അതാണ് SFIU വന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ഒരു അക്കൗണ്ടിലൂടെ 1,72,00,000 രൂപ കടന്നു പോയതിനല്ല, 135 കോടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ CMRL ചെയ്തിട്ടുള്ളത് കള്ളപ്പണത്തെ വെളുപ്പിക്കുന്ന പരിപാടിയാണ്. അതിന് രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുന്നു. വീണ വിജയൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി വീണ വിജയൻ്റെ അച്ഛൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. KSITC എന്ന് പറയുന്നത് കേരള സർക്കാരിൽ 13.4% ഷെയറുള്ള സർക്കാർ കമ്പനിയാണ്. അപ്പോഴാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ROC പറയുന്നത് SFIU വരണമെന്ന്. നമ്മൾ മനസ്സിലാക്കി, ധനകാര്യ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ROC അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഈ കോടതിയിൽ പറയുന്നത് പോലെ നേരത്തെ ഈ പ്രഭാത് സാർ പറഞ്ഞ പോലെ ROC 210 അല്ലെങ്കിൽ 212 അങ്ങനെയല്ല. ഇവിടെ ആദ്യഘട്ടത്തിൽ കടലാസ് കമ്പനി എന്ന രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നത് 206 നിയമപ്രകാരമാണ്. അത് 206 നിയമപ്രകാരത്തിൽ തന്നെ ഈ വീണ വിജയൻ ആ സമയത്താണ് ഇത് ഈ AKG സെന്ററിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് 1,00,000 രൂപ വീണ വിജയന് പിഴയടക്കേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് മാറുന്നു. ഇപ്പൊ സ്വാഭാവികമായി എത്തിച്ചേർന്നിരിക്കുന്നത് 135 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറയാം, ഇനി SFIU അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായി വീണ വിജയന്റെ 10 വർഷത്തെ അക്കൗണ്ട് സംവിധാനങ്ങളെ മുഴുവൻ പരിശോധിക്കും. സ്വാഭാവികമായിട്ട് ഇത് ഒരു കമ്പനിയിൽ നിന്നാണല്ലോ, ഒരു കർത്തയിൽ നിന്നാണല്ലോ 1,76,00,000 രൂപ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്ന് വീണ വിജയന്റെ കടലാസ് കമ്പനി അല്ലെങ്കിൽ കടലാസ് ഈ പറയുന്ന ഈ എക്സാലോജിക് എന്ന് പറയുന്ന തട്ടിപ്പ് കമ്പനി എത്ര കോടി മേടിച്ചിട്ടു എന്നുള്ള കാര്യങ്ങൾ കൂടി തെളിയാൻ പോവാണ്. നമ്മൾ മനസ്സിലാക്കണം, അതിനെയാണ് ഈ പിണറായി വിജയൻ ഭയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ROCക്കും ഈ നമ്മുടെ ഇൻകം ടാക്സിനൊന്നും സ്വാഭാവികമായിട്ട് ശിക്ഷിക്കാനോ, ഈ നേരത്തെ ജോർജ് സാർ പറഞ്ഞത് ശരിയാണ്, ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ROCക്കും ഇല്ല, ഈ ഇൻകം ടാക്സിനും ഇല്ല. പക്ഷേ SFIUക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മണി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ വിജയൻ അറസ്റ്റിലാവും, ജയിലിനകത്താവും. ജോർജ് സാറ് പറഞ്ഞത് ROCയുമായി ബന്ധപ്പെട്ട്, അതാണ് ഭയമില്ല എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മുടെ ഷാജഹാൻ സാർ പിണറായി വിജയൻ പറയുന്നത് ROC വരട്ടെ, ഇൻകം ടാക്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിനൊക്കെ പണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊക്കെ നമ്മളുടെ ഈ പറയുന്ന RCക്കും IKക്കും വീണ വിജയന് കൊടുത്ത പണത്തിനൊക്കെ അദ്ദേഹം ടാക്സ് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അദ്ദേഹം പണം അടച്ചിട്ടുണ്ട്. 46 കോടി രൂപ പിഴ അടച്ചിട്ടുണ്ട്. അതല്ല പ്രശ്നം, പിഴയടച്ചതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നടന്നത് കൃത്യമായിട്ട് ബ്ലാക്ക് മണി, കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് SFIU ഇവിടെ വന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം.
അല്ലെങ്കിൽ സ്വാഭാവികമായി ഇൻകം ടാക്സ് ആണെങ്കിൽ എന്താണ് സാർ ജോർജ് സാർ ഒരു ടാക്സുമായി ബന്ധപ്പെട്ടെങ്കിൽ പറയും സാർ ഇത്ര ശതമാനം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാറെ വിടും. അതല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിപാടിക്കുക. ROC എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ശിക്ഷിക്കാൻ അധികാരമില്ല. ശിക്ഷിക്കാനുള്ള അധികാരം ഇതുമായി ബന്ധപ്പെട്ട് ഫ്രോഡ് കേസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു IRS-കാരൻ IPS-കാരൻ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പം നോക്കുക, ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുള്ള ഫേക്ക് ഫോറൻസിക് ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ പോലും തെളിയിക്കുന്ന അന്വേഷണ വിദഗ്ധന്മാർ SFI-യിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നേരത്തെ മൈക്രോസോഫ്റ്റിന് ഇത്ര പൈസ കൊടുത്തു അല്ലെങ്കിൽ ഡാറ്റാ ഷോപ്പിന് ഇത്ര പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥകൾ ഇവിടെ ഇറക്കിയിരുന്നല്ലോ. അതിന് കൃത്യമായിട്ട് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കൃത്യമായി ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ തെളിയിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SFI-യിലുണ്ട്. അത് പിണറായി വിജയൻ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 1,72,00,000 രൂപ ഇങ്ങനെ അക്കൗണ്ടിലൂടെ പോയത് കൊണ്ട് പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ വിജയന്റെ 10 വർഷത്തെ മുഴുവൻ അക്കൗണ്ടുകളും കൃത്യമായി പരിശോധിക്കപ്പെടും. അതുമായി ഈ 1,72,00,000 രൂപ എന്തിന് കിട്ടി? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനകത്ത് പിന്റു പറഞ്ഞതിനെ ഒന്ന് ഖണ്ഡിക്കേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്ത് 1,72,00,000 രൂപ നിങ്ങൾ എനിക്കൊരു മറുപടി അല്ല ഞാൻ പറഞ്ഞതിനായിരുന്നു ശ്രീ പ്രിൻറ്റു മഹാദേവൻ. ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സേവനം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി അതിന് തെളിവ് കൊടുത്താൽ മതിയല്ലോ. അത് കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഓടുന്നത്. അല്ല അല്ല അങ്ങനെ അല്ല അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഫേക്ക് അല്ല ഞാൻ പറയും SFI-യുടെ മുമ്പിൽ ഫേക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് അജീന്ദ്ര ചൗധരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതേപോലെ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് 2,72,00,000 രൂപ മേടിച്ച കേസിനകത്ത് അദ്ദേഹം ഇതേ കേസ് സെയിം കേസ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നടന്ന കേസാണ്. അദ്ദേഹത്തിന് പിഴയും അദ്ദേഹത്തിന് 8 മാസം തടവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. സെയിം സാധനം നടത്തും. ഇപ്പൊ കിട്ടില്ല. അയാൾ ചെയ്ത തെറ്റ് നിങ്ങളെ BJP ചേർന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് തടവ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഇടപെടണമല്ലോ. അല്ല നിങ്ങൾ എനിക്ക് പിന്നീടുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിനുള്ള അവസരം തരണം. ഒരു നിമിഷം. താങ്കൾ പറയേണ്ടായി ROC-യുടെ അന്വേഷണത്തെ പറ്റി താങ്കൾ പറയേണ്ടായി. എൻ്റെ അറിവ് പറഞ്ഞത് ഷോൺ ജോൺ അദ്ദേഹം ഒരു പരാതി നൽകി. ആ പരാതി എന്ന് പറഞ്ഞാൽ 210 പ്രകാരമുള്ള ROC-യുടെ അന്വേഷണ പ്രകാരമാണ് ആ പരാതി നൽകിയത്. ആ പരാതിയിൽ ROC പറഞ്ഞു 4 മാസത്തിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാം, ഹൈക്കോടതിയിൽ സമർപ്പിക്കാം. അത് കേരള ഹൈക്കോടതിയിലാണ് പറഞ്ഞത്. ആ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന ട്രയലിനിടയിലാണ് ഈ 212 കയറി വരുന്നത്. അവിടെയാണ് ആ ട്രയലിലാണ് ഞങ്ങൾ 210 വേണമോ 212 വേണമോ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച വരുന്നത്. ആ ട്രയലിന്മേലാണ്. അത് ആ ട്രയലിന്മേൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞു ഇത് 210 അല്ല 212 അന്വേഷിക്കേണ്ടത്. അവിടെ നിന്നാണ് ഇത് ചേഞ്ച് ആവുന്നത്. അതാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ, താങ്കളുടെ ഒരുപാട് വിശദീകരണം ഞങ്ങൾ കേട്ടു. ഇന്നലെ BJP ഒരാളെ ഒരു MP ആക്കി. കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ചെയ്തത് നിങ്ങളുടെ രാജഭക്തിയുടെ ഭാഗമല്ല. ലക്ഷക്കണക്കിന് ജവാന്മാർ മരിച്ചുപോയി. ആ ജവാന്മാർക്ക് ഒരു പാർപ്പിട സമുച്ചയം ഉണ്ടാക്കി. ആ പാർപ്പിട സമുച്ചയം തൻ്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടി എഴുതി നൽകി. ആ എഴുതി നൽകിയ അശോക് ചൗഹാൻ അദ്ദേഹം ഇന്ന് BJP-യുടെ MP ആണ്. ഇതാണ് ഒരു ദിവസം നിങ്ങൾ അഴിമതി ചെയ്തോട്ടെ, ആ അഴിമതി ചെയ്തതിന് ശേഷം നിങ്ങളാവുന്ന വാഷിംഗ് മെഷീനിൽ വന്നാൽ അലക്കി തേച്ച് അവരുടെ യാതൊരു വിധമില്ലാതെ മാറ്റിയെടുക്കും. നിങ്ങൾ പറഞ്ഞ നേരത്തുള്ള വ്യവസായിക്കും ആ തെറ്റായിരിക്കും പറ്റിയിട്ടുള്ളത്. എന്താണ് ഈ പറയുന്നത്? കാരണം മറ്റു പാർട്ടികളിലുള്ളവർ എന്ത് അഴിമതി കാണിച്ചും BJP-യിലേക്ക് വന്ന രക്ഷപ്പെടാതെ എന്ത് ആരോപണമാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. അല്ല, ആരോപണം നോക്കൂ, ഇന്ത്യയിൽ മൊത്തം നോക്കൂ. ഇവിടെ നോക്കണ്ട, ആസാം നോക്കൂ, പശ്ചിമ ബംഗാൾ നോക്കൂ. 100,000 കേസുകൾ. അജിത് പവാർ സാർ എന്താണ് 210 ഒന്ന് പറയോ സാർ? ഒന്ന് പറയോ? അല്ലല്ല, ഞാൻ ഇനി കൂടുതലൊന്നും പറയാനില്ല. താങ്കളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം താങ്കൾ BJP-യുടെ ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ട സാർ.
അല്ല, ഒരു സാധനത്തിന് ക്ലാരിറ്റി വേണ്ട. നമ്മൾ അബദ്ധജടിലമായ കാര്യങ്ങൾ പറയല്ലേ. ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞത് കോടതിയിൽ നടന്ന കാര്യമാണ്. അത് എന്നെക്കാളും നന്നായിട്ട് അറിയുന്നത് ജോർജ് സാറിന്. സാറ് പറയട്ടെ ഈ വിഷയത്തിൽ. അദ്ദേഹം പറയട്ടെ, ഈ കോടതിയിൽ നടന്ന 210 നിന്ന് 212 എങ്ങനെ മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചു, ജോർജ് അല്ലല്ലോ പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറയല്ലേ? അല്ലല്ല, 210 സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ROC 210 പ്രകാരം അവരെ ഫയൽ ചെയ്ത കാര്യമാണ്. അതിന് ഞാൻ അത് മാറ്റിയത് 212 എന്ന് പറയുന്ന FSIയിലേക്ക് അന്വേഷണം പോയത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത്. അത് ഏത് ചേഞ്ച് ആയിരുന്നു അവിടെ ഉണ്ടായത്? ഇതിപ്പോ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്, താങ്കൾ പറഞ്ഞു വരുന്ന അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിലും കോടതി എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാടെടുക്കുന്നു? കോടതിയും രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? എന്നോടാണോ? യെസ്. ഇത് നോക്കൂ, എന്നെക്കാളും കൃത്യമായി ജോർജ് സാർ അതിനൊക്കെ ഒരു വിഷയം പറയണ്ടായി. അല്ലല്ല, ആ വിഷയം എന്ന് പറയുന്നത് അല്ല, ഞാൻ പറയണ അതിനകത്ത് കൃത്യമായി പറയണ്ട. എന്തായിരുന്നു? ഒരു വ്യക്തി ഒരു കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞു. അതെന്ന് പറയുന്നത് വീണ വിജയന് എന്താണ് തൻ്റെ പേരിലുള്ള അന്വേഷണം, എനിക്കെതിരെ അറസ്റ്റ് ഉണ്ടാവുമോ, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹൈക്കോടതി കർണാടകയിൽ പോയത്. അവർക്ക് ലഭിച്ചു. ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞു. നിയമപരമായ കാര്യം നടക്കട്ടെ. അല്ല, ഇത് രണ്ടും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അടിയന്തരമായി അന്വേഷണം നിർത്തിവെക്കുകയാണ്. 2 ഹർജിയിലെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ നൽകണം നിങ്ങൾക്കറിയാലോ. നമ്മൾ ഒരു വ്യക്തി കോടതിയിൽ നിന്ന് എന്താണ് ലഭിക്കേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ഈ അന്വേഷണം റദ്ദാക്കണം, SFI അന്വേഷണം റദ്ദാക്കണം. അതിന് പോലെ അതുവരെ കാത്തിരിക്കാൻ പോലും സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ നടപടികൾക്ക് താൽക്കാലികമായി സ്റ്റേയും വേണം. ഇത് രണ്ടുമായിരുന്നു ഹർജിയിലെ ആവശ്യങ്ങൾ. ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഒരു ആവശ്യത്തിലേക്ക് ഒരു കോടതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നിർത്തിയിട്ടുള്ള ഒരു ചരിത്രം സുപ്രീം കോടതിയോട്ട് ഹൈക്കോടതിയോട്ട് ഇല്ല. പക്ഷേ വേറെ കാര്യം, വാദിക്കാരന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ആ ഇന്റൻഷൻ വാദിക്കാരന് കിട്ടിക്കഴിഞ്ഞു. അതാണ് സത്യം. തീർന്നു. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് SFIയുടെ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒറ്റ ആവശ്യമേ ഈ വീണ വിജയൻ എന്ന് പറഞ്ഞ സ്ത്രീക്ക് കർണാടക ഹൈക്കോടതി ചെല്ലുന്നുണ്ടായിരുന്നുള്ളൂ. അത് വിശദമായ വാദം, അരവിന്ദ് ദത്താറിന്റെ വിശദമായ വാദം കേട്ടിട്ട് അത് കോടതി തള്ളിക്കളഞ്ഞു. അന്വേഷണം റദ്ദാക്കുന്ന നടപടികൾ ഇടക്കാല ഉത്തരവിലൂടെ കൊടുക്കണം. എന്നിട്ട് ഇന്നെന്ത് സംഭവിച്ചു? ഇന്ന് പറഞ്ഞു ആവശ്യം ഞങ്ങൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ നമുക്ക് വേണേൽ ഒന്നുകൂടെ ചർച്ചയ്ക്ക് ഇരിക്കാം. ഇങ്ങനെ ഒന്നുകൂടെ വേണേൽ വിളിച്ചോ. നാളെ ഈ വിധിന്യായം വരും. വിധിന്യായം നാളെ വരും. ആ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇരുന്ന് ചർച്ച ചെയ്യാം. എന്തായാലും പൊതുമണ്ഡലവും ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഉത്തരവ് റദ്ദാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ പോയതെന്നും ആ ഉത്തരവ് റദ്ദാക്കുന്ന ആ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ശ്രീ RS പ്രഭാത് പറഞ്ഞ പിണറായി വിജയനെ BJPയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് SFI അന്വേഷണം. അദ്ദേഹം അങ്ങനെ കൂടി പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ കൂടിയൊക്കെ തോന്നിപ്പോയി. ഇല്ല, അത് താങ്കളുടെ തോന്നലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരുണ്ട്. അവരെല്ലാം ചേരണമല്ലോ. അങ്ങനെയും ചേരില്ല. ഇത് നോക്കൂ, നിങ്ങൾ BJP എന്ന് പറയുന്ന കക്ഷി ഇന്ന് ഈ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ വലുതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇവിടുത്തെ കർഷക സമരം നിങ്ങൾ കാണുന്നില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നത് കാണുന്നില്ല. പകരം നിങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ നിങ്ങളെ പാർട്ടിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഏജൻസികളെ ഉപയോഗിക്കുകയാണ്. സ്വാഭാവികം. കോടതിയോ? അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട്. കോടതി എന്തുകൊണ്ട് ഈ ആവശ്യം തള്ളിക്കളഞ്ഞു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എനിക്കൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താൻ നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി.
നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ പ്രിന്റു മഹാദേവ് കടലാസ് കമ്പനികളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആ ഒരു തീപിടുത്തം ആരും മറക്കാനിടയില്ല. ആ ഒരു സമയത്ത് ശ്രീ വൈക്കം വിശ്വന്റെ മരുമകൻ അദ്ദേഹത്തിന്റെ ഇതായ ഒരു 8-10 കമ്പനികൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകും. എനിക്ക് തോന്നി കടലാസ് കമ്പനികൾ അതിന്റെ ഡയറക്ടർ ബോർഡിലെല്ലാം ഇത്തരത്തിൽ CPM നേതാക്കളുടെ മക്കളോ മരുമക്കളോ ഒക്കെ ആയിരിക്കുന്ന സാഹചര്യം. അതും വലിയൊരു അഴിമതിയാണ് അതങ്ങനെ നോക്കുമ്പോൾ. ഈ കടലാസ കമ്പനികൾ ഇപ്പം വൈക്കം വിശ്വൻ്റെ മകൻ്റെ മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് 28ഓളം കടലാസ കമ്പനികൾ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഈ ഇടതുപക്ഷ പ്രതി സമയമുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും കൂടെയും പിന്നെ ഒന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെല്ലാം തള്ളി പറഞ്ഞിട്ടാണല്ലോ പിണറായി വിജയൻ്റെ മകളെ എടുത്തിപ്പം പിന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളും 10-28 കടലാസ കമ്പനികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചർച്ച തീരുന്നതിന് മുമ്പ് എനിക്ക് ഇടതുപക്ഷ പ്രതിയോട് പറയാനുള്ളത്, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ 74 പേജിൻ്റെ ഒന്ന് നല്ലപോലെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയെക്കുറിച്ച് പറയരുത്. ഞാൻ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ സമ്മതിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ആ കണ്ണും ഈ കണ്ണൊന്നുമില്ല. ജഡ്ജ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വായിക്കും, അതെന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് പിന്നെ പിണറായി വിജയൻ മകളെ സംബന്ധിച്ചിടത്തോളം കർണാടക ഹൈക്കോടതിയിൽ എന്താണ് നടന്നത്, കേരള ഹൈക്കോടതിയിൽ എന്താണ് നടന്നത്, അതിനകത്ത് എന്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഈ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കുഴപ്പം ചെയ്യാനാണെന്നുള്ളത് ഈ വിഷയത്തിൽ പറയരുത്. മറ്റു വിഷയത്തിൽ പറഞ്ഞോളൂ, അതിന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാം. പക്ഷേ ഈ SFIO അന്വേഷണം സംബന്ധിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഇതുപോലെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് ഇനി ദയവ് ഇത് പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞ വാദഗതികളെല്ലാം തന്നെ കർണാടക ഹൈക്കോടതി മാത്രമല്ല കേരള ഹൈക്കോടതിയും ചവറ്റുകൊട്ടയിലെടുത്ത് കളഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടതാണ്. അതിൻ്റെ വിധി നാളെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജോ ജോസഫ് സർ, എന്തായാലും SFI അന്വേഷണം ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ ബിയിലേക്കൊക്കെ പിണറായി വിജയനും കൂട്ടരും നീങ്ങിയാൽ പോലും SFI അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നതോടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വക്കീലന്മാർ നമ്മളെപ്പോലുള്ളവരുടെ ഒരു തന്ത്രമാണ്. അവർ അത് റദ്ദ് ചെയ്യണമെന്ന് കൊടുത്തതിൻ്റെ അടിയിൽ അവർക്ക് 2 കാര്യം നേടാനുണ്ട്. അത് അവർ നേടിക്കൊണ്ട് പോയെന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് മുഴുവൻ വായിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഷാജഹാൻ പറയുന്നത് അതൊരു തന്ത്രം തന്നെ. അതിനകത്ത് വലിയ പ്രാധാന്യം. റദ്ദ് ചെയ്യണമെന്ന് ആ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് സുപ്രീം കോടതി ഉള്ളവർക്കൊക്കെ അറിഞ്ഞുകൂടെ ഇത് റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തൊരു അന്വേഷണം ആരെ കൊണ്ടും പറ്റൂല റദ്ദ് ചെയ്യലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം വെറുതെ അങ്ങ് ഒരു ടൈറ്റിലിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി ആദ്യം കൊടുത്തതേ ഉള്ളൂ. അവർക്ക് ആവശ്യം എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ മാറ്റർ കിട്ടണം. അത് എന്തായാലും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ 1,72,00,000 അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെന്ന് നാളെ മറ്റന്നാളെ നമുക്കറിയാം. കാരണം അതൊന്നും ഒരു അത്രയും പൈസ വന്നതിന് അവർക്ക് ഒരു പെനാൽറ്റി അടിക്കാവുന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞു നാളെ നമുക്ക് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞു ജോർജ് ജോസഫേ, നിങ്ങൾ നാളെ ജഡ്ജ്മെന്റ് വരുന്നിടം വരെയെങ്കിലും കാത്തിരിക്കും. ജഡ്ജ്മെന്റ് വരണതിന് മുമ്പ് നിങ്ങൾ ജഡ്ജല്ലല്ലോ, ജഡ്ജ്മെന്റ് പാസ്സാക്കരുത്. കർണാടക ഹൈക്കോടതി ഞാനും അല്ല നിങ്ങളും ഞങ്ങൾ അല്ല ഞാൻ ജോർജ് ജോസഫിനോട് സംസാരിക്കാം. ഞാനും ജോർജ് ജോസഫും സുഹൃത്തുക്കളാണെന്ന് ഞാനും ജഡ്ജല്ല, ജോർജ് ജോസഫും ജഡ്ജല്ല. നാളെ കർണാടക ഹൈക്കോടതിയിൽ ജഡ്ജ്മെന്റ് വരുമല്ലോ, അത് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. നിലപാട് എന്താണെന്ന് മനസ്സിലാകും. ചർച്ച തീരാറായി. എന്തായാലും നമുക്ക് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ശ്രീ പ്രിന്റു മഹാദേവ്, എന്തായാലും പിണറായി വിജയനെ BJPയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ അന്വേഷണം എന്നുവരെ ഒരു ഘട്ടത്തിൽ LDF പ്രതിനിധി പറഞ്ഞതുപോലെ തോന്നി. തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത് എന്ന് ഞാൻ ഏത് നിമിഷമാണ് അത് പറഞ്ഞത്? ഞാൻ ഏത് നിമിഷം അത് പിൻവലിക്കണം. അല്ലല്ല, അത് താങ്കളുടെ തോന്നലാണ്. അങ്ങനെ തോന്നിക്കരുത്, അങ്ങനെ തോന്നിക്കരുത്, അങ്ങനെ തോന്നിക്കണ്ട. അലക്കി വെളുപ്പിച്ചെടുക്കാനൊക്കെ താങ്കൾ പറയുകയുണ്ടായി. ഓക്കെ, അതങ്ങനെ തോന്നിപ്പോയി എന്ന് ഞാൻ ശ്രീ പ്രിന്റു മഹാദേവ് സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ പ്രതിയാണ്. SNC ലാവലിൽ 175 കോടി രൂപ കട്ട വ്യക്തിയാണ്. നമുക്കറിയാം, സ്വർണ്ണക്കടത്തിലെ കുറ്റാരോപിതനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. നമുക്കറിയാം AI ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസിലെ പ്രതിയാണ്. ഇപ്പൊ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലെ പ്രതിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി BJPയിൽ വരുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ BJPക്കാരെല്ലാവരും കൂടി അറബിക്കടലിൽ പോയി ചാവുന്നതായിരിക്കും.
അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ RS പ്രഭാതിനെ പോലെയുള്ള ആളുകൾ ഇല്ല, 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 അത് പിൻവലിക്കണം. കാര്യങ്ങളൊക്കെ അല്ലല്ല, അത് പിൻവലിക്കണം. അത് ശരിയല്ല. അല്ലല്ല, ആ വാക്ക് ശരിയല്ല. അല്ലല്ല, അത് വാക്ക് ശരിയല്ല. അങ്ങനെയല്ല, താങ്കളുടെ തോന്നലാണ്, എന്റെ തോന്നലല്ല. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഗുണഫലവും നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും പിണറായി വിജയന് ശേഷം കാലാവശേഷമാകുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വന്തം മകളെ കൊണ്ട് നോക്കും, വീരപ്പൻ പോലും സ്വന്തം മക്കളെ വീരപ്പൻ പോലും സ്വന്തം മക്കളെ അഴിമതിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ കാട്ടുകൊള്ളൻ വീരപ്പൻ എന്നാണ് കേട്ടിട്ടുള്ളത്. സ്വന്തം മകളെ പോലും ഈ പറയുന്ന അഴിമതിയിലേക്ക് കൊണ്ടുവരുന്നു. മകനെ കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അന്ത്യമായിരിക്കും ഈ കേരളത്തിൽ കാണാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ വിജയനും എക്സാലോജിക്കിനും ഏറ്റവും നിർണായകമായ ഒരു വിധിയാണെന്ന് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഹർജി തള്ളിയിരിക്കുന്നുവെന്ന് ഒറ്റവരി ഉത്തരവായിരുന്നെങ്കിൽ പോലും വിശദമായ വിധിന്യായം നാളെ രാവിലെ വരുമ്പോഴാണ് അത് എത്രത്തോളം നിർണായകമായിരുന്നു കോടതിയുടെ കണ്ടെത്തലുകൾ എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.